Hello everyone, welcome to Sahakari Rice Plus. ഇന്ന് നമ്മൾ ലിപ്പിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിപ്പിഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കുറച്ച് നോക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് തന്നെയാണ് കേട്ടോ. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് വരുന്ന കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഡെഫിനിഷൻസ് ഞാൻ പറഞ്ഞില്ലേ, ഡെഫിനിഷൻസ് പഠിച്ചു വെച്ചേക്കാം. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ആ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ആ ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡെഫിനിഷൻസ് നന്നായിട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. സോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനകത്തുള്ള ഫാറ്റി ആസിഡിൻ്റെ കണ്ടൻറ്റും ഏത് ടൈപ്പ് ഫാറ്റി ആസിഡ് ആണ് അതിനകത്തുള്ള കമ്പോണൻസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്. സോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫാറ്റ് ആർ ഫൗണ്ട് ടു ഡിപ്പെൻഡ് മെയിൻലി ഓൺ ദ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയാലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയാലും നമ്മൾ ഫാറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും ആസ് വെൽ ആസ് അതിനകത്തുള്ള പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ്. കാരണം പ്യൂരിറ്റി അല്ലെങ്കിൽ അഡൾട്രേഷൻ്റെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ഓക്കെ, and their physical property helps in identifying the utility of fat for some specific purpose and in determining the state of processing. അതായത് നമ്മൾ ഇതിൻ്റെ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി അതേപോലെ കെമിക്കൽ പ്രോപ്പർട്ടി വെച്ചിട്ടായിരിക്കും ആ ഫാറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ യൂസ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന, അതേപോലെ ഫുഡ് പ്രോസസ്സിങ്ങിൽ ഏതൊക്കെ സ്റ്റേജിൽ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഈ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിയിട്ടായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയുന്നത് പ്യോർ ഓയിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റ് എടുക്കുകയാണെങ്കിൽ അത് കളർലെസ് ആണ്, അതേപോലെ ഓർഡർലെസ് ആണ്, സ്മെല്ല് വരില്ല, ടേസ്റ്റ്ലെസ്സും ആയിരിക്കും. സോ പ്യോർ ഫോം ഓഫ് ഓയിൽ ആൻഡ് ഫാറ്റ് എടുക്കുകയാണെങ്കിൽ അതെന്താണ്, കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്. ബട്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല മണമൊക്കെ വരുമല്ലേ, വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല മണമാണ്, ചില സമയത്ത് ഒരു യെലോയിഷ് കളറൊക്കെ വരും അല്ലേ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് സം സബ്സ്റ്റൻസ്. ചില സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് എന്താണ് നമുക്ക് ആ സ്മെല്ലും ആ ഒരു ടേസ്റ്റും ആ ഒരു കളറും ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ഇനി ഫാറ്റ് ആൻഡ് ഓയിൽ നോക്കുവാണെങ്കിൽ ലൈറ്റർ ആയിരിക്കും കമ്പയർ ടു വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പം അതെന്തായിരിക്കും, ലൈറ്റർ ആയിരിക്കും. ഓക്കെ, ലൈറ്റർ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഡെൻസിറ്റി ആർ അബൌട്ട് 0.8 to 0.9 gram per centimeter ക്യൂബ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ഫാറ്റ് ആൻഡ് ഓയിൽ ലൈറ്റർ ആണ് ദാൻ വാട്ടറിനെക്കാളും അതിൻ്റെ ഡെൻസിറ്റി എന്താണ്, ലൈറ്റർ ആണ്, ലെസ് ഡെൻസർ ആയിരിക്കും. വാട്ടറിനെക്കാളും എന്താണ്, ഫാറ്റ് ആൻഡ് ഓയിൽ എന്താണ് അല്ലെങ്കിൽ ലിപ്പിഡ് ലെസ് ഡെൻസ് ആയിരിക്കും. അത് റിലേറ്റീവ് അതിൻ്റെ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ അബൌട്ട് 0.8 to 0.9 gram per cubic centimeter ആയിരിക്കും വരിക. ആൻഡ് ഇവർ പ്യോർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. ഹീറ്റും ഇലക്ട്രിസിറ്റിയും അധികം കണ്ടക്ട് ചെയ്യാറില്ല ഈ ഫാറ്റ് ആൻഡ് ലിപ്പിഡിൽ. സോ ഇതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഇൻസുലേറ്ററായിട്ട് നമ്മുടെ ബോഡിയുടെ ഇൻസുലേറ്ററായിട്ട് ഇരിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഫങ്ഷൻസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ഫാറ്റ് എന്ന് പറയുന്നത് വരുന്ന അടുത്തൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു മെയിൻ പ്രോസസ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ദാറ്റ് ഈസ് ഇമൾസിഫിക്കേഷൻ. ഓക്കെ, അതായത് ഇമൾഷൻ ആക്കി മാറ്റാൻ പറ്റും ഫാറ്റിനെ. നമുക്ക് എന്താണ് ഇമൾഷൻ ആക്കി മാറ്റാൻ പറ്റും. കാരണം ഫാറ്റ് എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസോളബിൾ ആണല്ലോ, ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്തിട്ട്, അതായത് വാട്ടറിനകത്തോട്ട് ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് നമ്മളൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് 2 ലെയർ ആയിട്ട് നിൽക്കും അല്ലേ. ഇത് ഫോംസ് 2 ലെയർ ഓഫ് മിക്സിങ് ആൻഡ് ഷേക്കിംഗ്. മിക്സ് ചെയ്ത് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് 2 ലെയേഴ്സ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന കാണാം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ അങ്ങ് ലെയർ ആയിട്ട് മാറും. ഓൾറെഡി അത് ലെയർ ആയിട്ട് മാറും. സോ ഇതിനെ മിക്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇമൾസിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഇമൾഷൻ ഫോം ചെയ്യും യൂസിങ് ഇമൾസിഫയിങ് ഏജന്റ്. ഇതിങ്ങനെ രണ്ടും എന്താണ് സെപ്പറേറ്റ് അല്ലേ നിൽക്കുന്നത്, വാട്ടറും ഓയിലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവരെ പരസ്പരം എന്താണ് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അടുത്തടുത്താക്കി കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ഏജന്റ് ആഡ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് ഇമൾസിഫയിങ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിനെ പിടിക്കും, എന്നിട്ട് വാട്ടറിൻ്റെ കൊണ്ട് ഒന്നിച്ച് ആക്കും. അതായത് ഈ ഇമൾസിഫയിങ് ഏജന്റിന് എന്ത് കാണും, ദേ ആർ ആംഫോടെറിക് ആയിരിക്കും. അതായത് അവർക്ക് എന്ത് കാണും, പോളാർ ഗ്രൂപ്പും കാണും, നോൺ പോളാർ ഗ്രൂപ്പും കാണും. ഓക്കെ,
അപ്പോൾ ഈ നോൺ പോളാർ ഗ്രൂപ്പ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും? ലിപ്പിഡിനെ അല്ലെങ്കിൽ ആ ഫാറ്റിനെ അറ്റാച്ച് ചെയ്യും. പോളാർ ഗ്രൂപ്പും കൊണ്ട് അവരെന്ത് ചെയ്യും? ആ വാട്ടറിനെ അറ്റാച്ച് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ഇവരെ തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്യിക്കും. അങ്ങനെ നമുക്ക് ഡിസ്പേഴ്സ് ചെയ്ത് കിട്ടുന്ന ആ ഒരു കണ്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇമൽഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഓയിലിനെ അല്ലെങ്കിൽ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്പേഴ്സ് ചെയ്യിച്ചു, ഡിസ്പേഴ്സ് ആക്കി മാറ്റുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇമൽഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ലിക്വിഡ് ഇമൽഷൻ ആണ് എന്തെന്ന് പറയാം. അതായത് ലിക്വിഡ് കൊളോയിഡ് ആണ് എന്ത്? ഇമൽഷൻ എന്ന് പറയുന്നത്. സോ ഇമൽഷൻ ഈസ് നോൺ ആസ് ലിക്വിഡ് കൊളോയിഡ്. കൊളോയിഡിൽ രണ്ടും ലിക്വിഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇമൽഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇമൽസിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഫുഡ് ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇമൽഷൻ എന്ന് പറയുന്നത്. അതായത് ഈ കൊളോയിഡ് എന്ന് പറയുന്ന ഒരു ഹെട്രോജീനിയസ് ആയിട്ടൊരു മിക്സ്ചർ ആയിരിക്കും. അതിനകത്ത് രണ്ട് കമ്പോണൻറ്റ് കാണും. അത് ഒരെണ്ണം ഡിസ്പേർഷൻ മീഡിയവും ഒരെണ്ണം ഡിസ്പേഴ്സ്ഡ് ഫേസും ആയിരിക്കും. ഓക്കെ, ഇഫ് ഇത് രണ്ടും ഫേസും മീഡിയവും സെയിം സാധനം ലിക്വിഡ് തന്നെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമൽഷൻ എന്ന് വിളിക്കുക. അപ്പം ഈ ഓയിലും വാട്ടറും നമുക്ക് എന്താക്കാം? ഇമൽഷൻ ആക്കി മാറ്റാം ബൈ യൂസിങ് എ സ്യൂട്ടബിൾ ഇമൽസിഫയിങ് ഏജന്റ്. ആൻഡ് ഈ ഇമൽഷൻ രണ്ട് ടൈപ്പ് ആയിരിക്കും വരിക. അത് ഒന്ന് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് വരും. എന്താണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്? ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിപ്പിഡ് അല്ലെങ്കിൽ ഓയിൽ എന്തായിരിക്കും? ഫേസ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ് ആ ഓയിൽ ആയിട്ട് വരിക. ഡിസ്പേർഷൻ മീഡിയം എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? മിൽക്ക് ഒരു ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൽഷൻ ആണ്. ക്രീം, മയണൈസ്, അതുപോലെ സാലഡ് റെസിൻസ് ഒക്കെ എന്താണ്? ഓയിൽ ഇൻ വാട്ടർ ടൈപ്പാണ്. ഓക്കെ, ഇനി വരുന്നതാണ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഉണ്ട്. വാട്ടർ ഇൻ ഓയിൽ, അതായത് ഇവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. ആൻഡ് ഡിസ്പേർഷൻ മീഡിയം എന്തായിരിക്കും? ഓയിൽ ആയിരിക്കും. ഡിസ്പേർഷൻ മീഡിയം എന്തായിരിക്കും? ഓയിൽ ആയിരിക്കും. അപ്പം ഓയിലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. മറ്റേത് എന്താണ്? വാട്ടറിലേക്ക് നമ്മൾ എന്താണ്? ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം അതാണ് ഓയിൽ ഇൻ വാട്ടർ. ഓയിലിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നതാണ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഓഫ് ഇമൽഷൻ. അതിന് എക്സാമ്പിൾ ആണ് ബട്ടർ. ബട്ടർ ഇസ് എ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൽഷൻ ആണ്. അപ്പോൾ അതിനെയാണ് ഇമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇമൽസിഫയിങ് ഏജന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓയിലിനെയും വാട്ടറിനെയും കൂടെ മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്യിക്കാൻ നോക്കും. അതിനെയാണ് ഇമൽസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതേ പ്രോസസ്സ് നമുക്ക് അബ്സോർപ്ഷനിൽ അല്ലെങ്കിൽ ഡൈജഷനിൽ പഠിക്കാനുണ്ട്. അത് വേറൊരു രീതിയിലാണ്. ഈ പ്രോസസ്സ് സെയിം ആയിരിക്കും, ബട്ട് വേറൊരു രീതിയിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതാണ് ഇമൽസിഫിക്കേഷൻ. ഇതിൽ ഈ രണ്ട് കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓയിൽ ഇൻ വാട്ടറിൽ വരുന്നതിന് എക്സാമ്പിൾ ആണ് മിൽക്ക്, ക്രീം, മയണൈസ്, സാലഡ് ഡ്രസ്സിങ്സ്. വാട്ടർ ഇൻ ഓയിലിൽ വരുന്നതാണ് ബട്ടർ വരിക. ഇനി ഈ ഇമൽസിഫയിങ് ഏജന്റിനെ നമ്മൾ ചില സമയത്ത്, അതായത് സർഫസ് ആക്റ്റീവ് ഏജൻസ് എന്ന് വിളിക്കും. അതായത് ചില സബ്സ്റ്റൻസിന്റെ സർഫസിൽ ചെന്ന് ആക്ട് ചെയ്തിട്ട് അവരുടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുകയാണ് ഇവർ മെയിനായിട്ടും ചെയ്യുന്നത്, ഈ സർഫസ് ആക്റ്റീവ് ഏജൻസ് ചെയ്യുന്നത്. അത് തന്നെ പലതും ഉണ്ട്. അതിൽ വൺ ഓഫ് ദം ആണ് എന്ത്? ഇമൽസിഫയിങ് ഏജന്റ്. ഇമൽസിഫിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്ന സർഫസ് ആക്റ്റീവ് ഏജന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇമൽസിഫയർ അല്ലെങ്കിൽ ഇമൽസിഫയിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. And this is very important for the making of food products like cake, ice creams, അതുപോലെ other frozen dessertsലൊക്കെ നമ്മൾ ഇമൽസിഫിക്കേഷൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സർഫസ് ആക്റ്റീവ് ഏജന്റിന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഇമൽസിഫിക്കേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന സർഫസ് ആക്റ്റീവ് ഏജന്റ് ആണ് എന്ത്? ഇമൽസിഫയർ അല്ലെങ്കിൽ ഇമൽസിഫയിങ് ഏജന്റ്. അത് എവിടെയാണ് ഇമ്പോർട്ടൻറ്റ്? ഈ ഇമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫോർ സം ഫുഡ് പ്രോഡക്റ്റ് ലൈക്ക് കേക്ക്സ്, ഐസ്ക്രീംസ് ആൻഡ് അതർ ഫ്രോസൺ ഡെസേർട്ട്. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് തെർമൽ പ്രോപ്പർട്ടി. തെർമൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു തെർമൽ കണ്ടക്ടിവിറ്റി, അതായത് കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി എന്താണ്? ലിപ്പിഡ്സിന് വളരെ കുറവാണ് അല്ലെങ്കിൽ ഭയങ്കര പുവർ ആണ്. സോ ലിപ്പിഡ് ആർ റിലേറ്റീവ്ലി പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ അവർക്ക് അത്ര പറ്റില്ല. ടെൻഡ് ടു ഹാവ് അപ്രീഷിയബിൾ ലോവർ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പം തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ലിപ്പിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ ആയിരിക്കും. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. അതായത് എത്രമാത്രം ഹീറ്റിനെ അവർക്ക് അബ്സോർബ് ചെയ്ത് എന്നിട്ട് അവരുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം എത്ര ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അവരുടെ ടെമ്പറേച്ചർ 1°C ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ ഓയിൽ ഫാറ്റിൻ്റെ ആയാലും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒരു അറൌണ്ട് 2 J/gramമിലായിരിക്കും കിടക്കുക. അത് 1.87 ആ ഒരു റേഞ്ചാണ് വരിക. അറൌണ്ട് 2 എന്ന് നമുക്ക് പറയാം. പലതിനും പല വാല്യൂ ആയിരിക്കും, ബട്ട് 2ന്റെ അറൌണ്ട് ആയിരിക്കും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലിക്വിഡ് ഓയിൽ ആൻഡ് സോളിഡ് ഫാറ്റ്. ലിക്വിഡ് ഓയിലിൻ്റെയും സോളിഡ് ഫാറ്റിൻ്റെയും മോസ്റ്റ് ഓഫ് ദമിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അറൌണ്ട് 2 J/gram ആയിരിക്കും. ആൻഡ് ലിക്വിഡ് ഓയിലിൻ്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടുന്ന അനുസരിച്ച് എന്ത് പറ്റാം? വി ക്യാൻ ഇൻക്രീസ് ദാറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അത് ലിക്വിഡ് ഓയിലിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. ഓയിലിൻ്റെ കാര്യത്തിലാണ് അത് കുറച്ചും കൂടെ ആപ്ലിക്കബിൾ ആവുന്നത്. ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മോസ്റ്റ് ഓഫ് ദ ഓയിൽ ആൻഡ് ഫാറ്റ് എന്താണ്? 2 J/gram ആണ്. അതായത് എക്സാക്ട്ലി 2 J/gram അല്ല, അതിന് അടുത്തായിട്ടുള്ള വാല്യൂസ് ആയിരിക്കും വരിക. ആൻഡ് ലിപ്പിഡ്സിന്റെ ഒരു ജനറൽ പ്രോപ്പർട്ടി ആണ് കേട്ടോ ഇത്. പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്, അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്? ലോവർ ആണ് അല്ലെങ്കിൽ ലെസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് തെർമൽ പ്രോപ്പർട്ടിയിൽ വരുന്നത് ഫസ്റ്റ് വൺ. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പം മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് അതിൻ്റെ പാക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? എത്ര ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴാണ് ആ ഒരു ഫാറ്റ് മെൽറ്റ് ചെയ്യുന്നത്, അതിനെയാണ് അല്ലെങ്കിൽ അത് ലിക്വിഡിലോട്ട് മാറുക അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫാറ്റ് എപ്പോഴാണ് പെട്ടെന്ന് സോൾഡിഫൈ ചെയ്യുക എന്നുള്ളതിന് നമുക്ക് പറയാം. ഓക്കെ, ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ഇവിടെ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഉരുക്കുന്ന സമയത്ത്, ഉരുക്കുക എന്നുള്ളതാണ്, എത്ര ഹീറ്റ് കൊടുക്കുമ്പോഴാണ് അത് ഉരുക്കുന്നത് എന്നുള്ളതാണ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ട്രൈ അസൈൽ ഗ്ലിസറോൾ അതായത് ട്രൈ ഗ്ലിസറൈഡിൻ്റെ പാക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. സോ നല്ല കറക്റ്റായിട്ട് അത് എഫക്റ്റീവായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോർ എഫക്റ്റീവായിട്ട് നമ്മൾ പാക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. കറക്റ്റ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും എന്ത് സംഭവിക്കും? അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടും. ഓക്കെ, so higher the melting and enthalpy of fusion. So the melting point and heat of fusion of pure triacyl glycerol tend to increase with the chain length. Chain length കൂടുന്ന അനുസരിച്ച് എന്ത് പറ്റും? മെൽറ്റിംഗ് പോയിന്റും കൂടും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിച്ചിക്കുക. ചെയിൻ ലെങ്ത് കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പ്യുവർ ഓയിലിൻ്റെ കാര്യത്തിലാണ് കേട്ടോ അത് പറയാം. പ്യുവർ ഓയിലിൻ്റെ കാര്യത്തിൽ അത് കൂടാനാണ് ചാൻസ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് ഏതൊക്കെ ലിപ്പിഡ്സിലാണ് കൂടുതലായിട്ട് വരുന്നത്? ഇതൊന്ന് നന്നായിട്ട് നോക്കി വെച്ചോളൂ കേട്ടോ. അതായത് ഹയർ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിരിക്കും ദാൻ നോൺ അൺസാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡിനെക്കാളും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയിരിക്കും ഹയർ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആർക്കാണ്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനാണ് ഹയർ മെൽറ്റിംഗ് പോയിന്റ്. അതേപോലെ സ്ട്രേറ്റ് ചെയിൻ ഫാറ്റി ആസിഡ്സിനായിരിക്കും എന്ത്? ബ്രാഞ്ച്ഡ് ചെയിനിനെക്കാളിലും മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. ഇനി മോർ സിമെട്രിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഫാറ്റി ആസിഡ്സിനായിരിക്കും എന്ത്? മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. അതേപോലെ ട്രാൻസ് ഫാറ്റിനായിരിക്കും സിസിനെക്കാളിലും മെൽറ്റിംഗ് പോയിന്റ് വരിക. പിന്നെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള പോളിമോർഫിക്, അതായത് പോളിമോർഫിക് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡ്സിന് തന്നെ പല ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മിസ്സിലെ ആയിട്ട് അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഡിഫറെൻറ്റ് ഫോംസിൽ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് പോളിമോർഫിസം എന്ന് പറയാം. സോ അതിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പോളിമോർഫിക് ഫോമിനായിരിക്കും ഹയർ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. ഓക്കെ, അപ്പം ഈ 4 പോയിന്റ് ആണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. അതേപോലെ സ്ട്രേറ്റ് ചെയിൻ ഫാറ്റി ആസിഡ്സിനായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. അതേപോലെ എന്താണ്? സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഫാറ്റി ആസിഡ്സിനായിരിക്കും ഫാറ്റിനായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. ട്രാൻസ് ഫാറ്റിനായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. ഓക്കെ, ഈ 4 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കും ഏതിനാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ എന്നുള്ളത്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ തെർമൽ ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ വാല്യൂസ് നമുക്ക് പഠിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത് ഡെഫിനിഷൻസ് പഠിച്ചു വെച്ചേക്കുക എന്നുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലിയർ പോയിന്റ്. ക്ലിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സോളിഡ് ആയിട്ടിരിക്കുന്ന സാധനമാണ് അല്ലേ. അപ്പം നമ്മൾ അതിന് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ ഫാറ്റ് ഉരുകിയിട്ട് കംപ്ലീറ്റ്ലി അത് മെൽറ്റ് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡായിട്ട് മാറും. സോ ആ ഏത് ടെമ്പറേച്ചറിലാണോ അത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി ട്രാൻസ്പെറൻ്റ് ആയത്, ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്ലിയർ പോയിന്റ് എന്ന് പറയുന്നത്.
സോ ഇതെല്ലാം നമ്മൾ തെർമൽ പ്രോപ്പർട്ടി, ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ നോക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ക്ലിയർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഫാറ്റ് കംപ്ലീറ്റ്ലി മെൽറ്റ്സ് ആൻഡ് ബിക്കം ട്രാൻസ്പെറൻറ്റ്. അതിനെയാണ് ക്ലിയർ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സ്ലിപ്പ് പോയിന്റ്. സ്ലിപ്പ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് അല്ലെങ്കിൽ സ്ലിപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് നമുക്ക് അതിനെ പറയാം. സ്ലിപ്പ് പോയിന്റ് അല്ലെങ്കിൽ സ്ലിപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്നും പറയാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഫാറ്റ്, അതായത് സോളിഡ് ആയിട്ടിരിക്കുന്ന ഫാറ്റ് ഉരുകി പതുക്കെ താഴോട്ട് വരും. ഓക്കെ, ഉരുകി എന്ത് ചെയ്യും? ഡൗൺവേർഡ്സ് വരാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു ടെസ്റ്റ് ട്യൂബിലോ അല്ലെങ്കിൽ ഒരു കാപ്പിലറി ട്യൂബിലോ നമ്മൾ എടുക്കുമ്പോൾ അത് ഉരുക്കി താഴോട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എപ്പോഴാണോ ആ ഫാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് താഴോട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് സ്ലിപ്പ് പോയിന്റ് എന്ന് പറയാം. സോ ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫാറ്റ് കംപ്ലീറ്റ്ലി മെൽറ്റ്സ്. ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് ഒരു ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ് ആയിട്ട് മാറുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ക്ലിയർ പോയിന്റ് എന്ന് പറയാം. സ്ലിപ്പ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഫാറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ടു മൂവ്. സ്റ്റാർട്ട് ചെയ്യുന്നു, അത് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് സ്ലിപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. സ്ലിപ്പ് ചെയ്ത് വരുന്നു എന്ന് ഓർത്താൽ മതി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചർ, ഇതും ഒരു ടെമ്പറേച്ചർ, അതായത് തെർമൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് കേട്ടോ. അതായത് ഏത് ടെമ്പറേച്ചറിലാണോ ലിപ്പിഡ് ഗ്ലിസറോളും ഫ്രീ ഫാറ്റി ആസിഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു ബ്ലൂ സ്മോക്ക്, അതായത് നമ്മൾ ഈ ഫാറ്റിനെ അല്ലെങ്കിൽ ലിപ്പിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് എപ്പോഴാണോ അതൊരു ബ്ലൂയിഷ് സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്മോക്ക് പോയിന്റ് എന്ന് വിളിക്കുക. സോ സ്മോക്ക് പോയിന്റ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിപ്പിഡ് ബിഗിൻ ടു ബ്രേക്ക് ഡൗൺ ടു ഗ്ലിസറോൾ. ലിപ്പിഡ് എന്താണ്? അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലിസറോളും ഫ്രീ ഫാറ്റി ആസിഡും ആയിട്ട് മാറാൻ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് എന്ത് പറ്റും? അവരൊരു ബ്ലൂയിഷ് സ്മോക്ക് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇതിനെയാണ് സ്മോക്ക് പോയിന്റ് എന്ന് പറയാം. ഇൻ കേസ് നമ്മൾ അപ്പോഴും ടെമ്പറേച്ചർ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ ഗ്ലിസറോൾ ഫർദർ ബ്രേക്ക് ഡൗൺ ചെയ്ത് അക്രോലിൻ ആയിട്ട് മാറും. സോ അതാണ് ഓവറായിട്ട് നമ്മൾ ലിപ്പിഡ് ഇത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ത്രോട്ടിന് ഒരുമാതിരി ഇറിറ്റേഷനും കണ്ണിന് ഇറിറ്റേഷനും ഒക്കെ വരില്ലേ? അതിന് കാരണം അതാണ്, നമ്മൾ ഓവറായിട്ട് ഹീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. കറക്റ്റ് ലെവലിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബ്ലൂയിഷ് സ്മോക്കാണ് വരുന്നത്. അതിലും നമ്മൾ ഓവർ ആക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അത് ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് അതിനകത്ത് ഉണ്ടായ ആ ഗ്ലിസറോൾ ബ്രേക്കൺ ഡൗൺ ചെയ്ത് എന്തായിട്ട് മാറും? അക്രോലിൻ ആയിട്ട് മാറും. സോ ആ അക്രോലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് പറ്റുക? നമുക്ക് കണ്ണിനും തൊണ്ടയ്ക്കും ഒക്കെ ഇറിറ്റേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡീപ്പിൽ ഫ്രൈ ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എണ്ണ ഭയങ്കരമായിട്ട് ഇട്ട് തിളപ്പിക്കരുത് എന്നൊക്കെ പറയില്ലേ, ചൂടാക്കരുതെന്ന് പറയില്ലേ? അതിന് കാരണം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പ്രോസസ്സിങ്ങിൽ ഈ സ്മോക്ക് പോയിന്റ് നന്നായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളതായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഡീപ്പ് ഫ്രൈയിങ് ഓപ്പറേഷൻസിലൊക്കെ യൂസ് ചെയ്യേണ്ടത്. കാരണം ഇല്ലെങ്കിൽ എന്ത് പറ്റും? കുറച്ച് ടെമ്പറേച്ചർ ആണ് കൊടുക്കുന്നത്, അതായത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ നമ്മൾ ഡീപ്പ് ഫ്രൈയിൽ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്മോക്ക് പോയിന്റും കഴിഞ്ഞ് ഈ ആക്രോലിൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഡീപ്പ് ഫ്രൈയിങ് ഓപ്പറേഷൻസിലെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. So it is the temperature at which lipid begins to break down to glycerol and fatty acid and produce a bluish smoke. So refined oil നെ നോക്കുകയാണെങ്കിൽ അവർക്ക് more smoke point temperature ആയിരിക്കും than unrefined oil. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും റിഫൈൻഡ് ഓയിലിൽ കുക്ക് ചെയ്യുന്നത് ഈ ഡീപ്പ് ഫ്രൈയിങ്ങിലൊക്കെ. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ക്ലൗഡ് പോയിന്റ്? അപ്പോൾ ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നതും ആ ടെമ്പറേച്ചർ തന്നെയാണ്. നമ്മൾ എല്ലാം ടെമ്പറേച്ചറാണ് കേട്ടോ, തെർമൽ പ്രോപ്പർട്ടിയിലാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. സോ ദിസ് ഗിവ്സ് എ മെഷർ ഓഫ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ക്രിസ്റ്റലൈസേഷൻ ബിഗിൻ ഇൻ ലിക്വിഡ് ഓയിൽ. ലിക്വിഡ് ഓയിലിൽ ക്രിസ്റ്റലൈസേഷൻ, അതായത് അത് എന്താണ് ഒന്നിച്ച് ചേർന്ന് ക്രിസ്റ്റൽ അല്ലെങ്കിൽ സോളിഡ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ദിസ് ഗിവ്സ് എ മെഷർ ഓഫ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ക്രിസ്റ്റലൈസേഷൻ ബിഗിൻ ഇൻ ലിക്വിഡ് ഓയിൽ. അതിനെയാണ് ക്ലൗഡ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ഫാറ്റ് സാമ്പിൾ എടുക്കും, അതിനെ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്യും. അപ്പോൾ ഫാറ്റ് സോളിഡായിട്ടല്ലേ ഇരിക്കുക, അപ്പോൾ അതിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിനെ എന്താവും? മെൽറ്റ് ചെയ്യിക്കും. അത് അറൗണ്ട് ഒരു 130 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കൊടുക്കുമ്പോൾ അതെന്താവും? മെൽറ്റ് ചെയ്യും. എന്നിട്ട് ഈ മെൽറ്റഡ് ആയിട്ടുള്ള ഈ ഫാറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? കൂൾ ചെയ്യാൻ നോക്കും. ഒരു കൺട്രോൾഡ് റേറ്റിൽ അതിനെ കൂൾ ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കും ഏത് ടെമ്പറേച്ചറിലാണ് അത്
ക്ലൗഡി ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ ടർബിഡ് ആയിട്ട് മാറുന്നതെന്ന് നമ്മൾ നോക്കും. ആ ടെമ്പറേച്ചർ ആണ് എന്ത്, ഈ ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. So this temperature is known as the cloud point and is the temperature where crystals begin to form and scatter light. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് കൊടുത്തിരിക്കുന്നത്. അതേ നമ്മൾ എന്ത് ചെയ്യും, ഫാറ്റിനെ എടുത്തുനിന്ന് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും, മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കൂൾ ചെയ്യും. കൂൾ ചെയ്യുന്നത് ഭയങ്കര കൺട്രോൾഡ് റേറ്റിലായിരിക്കും കൂൾ ചെയ്യുക. അപ്പോൾ ആ കൂൾ ചെയ്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്ത് പറ്റും, ഇത് സോളിഡ് ആവും അല്ലെങ്കിൽ ക്രിസ്റ്റൽ ആവാൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ക്ലൗഡി ആയിട്ട് മാറാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ആ ഒരു പോയിന്റ് ആണ് ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് ആണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത് കേട്ടോ. ഇനി ഈ ക്ലൗഡ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരെണ്ണം തന്നെയാണ് ടർബിഡിറ്റി പോയിന്റ്. ചിലടത്ത് ഈ ടർബിഡിറ്റി പോയിന്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഇതിനെ ടർബിഡിറ്റി പോയിന്റ് എന്ന് എടുത്ത് പറയാറുണ്ട് കേട്ടോ. സെയിം സാധനം തന്നെയാണ്, കാരണം അതെന്താവും, ഒന്ന് ടർബിഡായിട്ട് മാറും. അത് തന്നെയാണ് ടർബിഡിറ്റി പോയിന്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി വരുന്നതാണ് ഫ്ലാഷ് പോയിന്റ്. ഏതാണ് ഫ്ലാഷ് പോയിന്റ്? അപ്പോൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വോളറ്റൈൽ പ്രോഡക്റ്റ്, അതായത് നമ്മൾ ആ ഫാറ്റിനെ അല്ലെങ്കിൽ ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ലിപ്പിഡിനെ നമ്മൾ എന്താണ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്തുണ്ടാവും, വോളറ്റൈൽ പ്രോഡക്ട്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന ആ വോളറ്റൈൽ പ്രോഡക്ട്സിന് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് ഫ്ലാഷ് ഫ്ലെയിം ഫോം ചെയ്യാൻ പറ്റും പെട്ടെന്ന്. പക്ഷെ ഇങ്ങനെ നിന്നങ്ങ് കത്തല്ല, ജസ്റ്റ് ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഫ്ലാഷ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ അതായത് നമ്മൾ ലിപ്പിഡിനെ നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് പറ്റും, വോളറ്റൈൽ ആസിഡ്സ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യുകയും അത് എന്ത് പറ്റും, ഒന്ന് ടെമ്പററി ആയിട്ട് അതൊന്ന് ഇഗ്നൈറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫ്ലെയിം കൊടുക്കുന്ന സമയത്ത് അതൊന്ന് പെട്ടെന്നൊന്ന് കത്തും. സോ അതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഫ്ലാഷ് പോയിന്റ് എന്ന് വിളിക്കാം. So flash point is the temperature at which the volatile product generated by the liquid are being produced at a rate where they can be temporarily ignited by application of a flame. അതായത് നമ്മൾ ആ ഫ്ലെയിം ഒന്ന് കാണിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കത്തത്തേ ഉള്ളൂ, അതായത് നിന്ന് കത്തില്ല, ജസ്റ്റ് ഒന്ന് കത്തുന്ന ലെവലിൽ വരെ എന്ത് പറ്റും, വോളറ്റൈൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതായത് എപ്പോഴാണോ ഏത് ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴാണോ ഇതിൽ നിന്ന് വോളറ്റൈൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ഫ്ലെയിം കാണിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ഇഗ്നൈറ്റ് ചെയ്തിട്ട് അതായത് പെട്ടെന്നൊന്ന് കത്തിയിട്ട് അങ്ങ് മാറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ വോളറ്റൈൽ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. സോ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്യുക, അതാണ് എന്ത്, ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഫയർ പിടിക്കുകയാണ്, ഫയറായിട്ട് അതായത് കത്തി അങ്ങ് പിടിക്കുകയാണ് ചെയ്യുക. സോ ഇവിടെയും വോളറ്റൈൽ ആസിഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആയിരിക്കും റിലീസ് ചെയ്യുക. ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് വോളറ്റൈൽ കോമ്പൗണ്ട്സ് റിലീസ് ചെയ്യും. അപ്പോൾ അത് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അങ്ങ് കണ്ടിന്യൂസ് കമ്പഷൻ അവിടെ ആപ്ലിക്കബിൾ ആവും അല്ലെങ്കിൽ നടക്കും. അതായത് ഫ്ലെയിം കൊടുക്കുമ്പോൾ അത് നിന്നങ്ങ് കത്തുകയാണെങ്കിൽ അതിനെയാണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. So measurement of this temperature are particularly important when selecting lipid that are going to be used for high temperature. അതായത് ബേക്കിങ്ങിലും ഫ്രൈയിങ്ങിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്പിഡ്സിൻ്റെ ഈ ഫയർ പോയിന്റ് നമ്മൾ നോക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അത് കത്തിപ്പിടിക്കുന്ന ടെമ്പറേച്ചർ നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം ആ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ. ഓക്കെ, സോ ഫയർ പോയിന്റ് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് അവിടെ എന്ത് സംഭവിക്കുകയാണ്, വോളറ്റൈൽ കോമ്പൗണ്ട്സ് ഭയങ്കരമായിട്ട് റിലീസ് ചെയ്യാണ്, ഒരു ഫാസ്റ്റ് റേറ്റിൽ റിലീസ് ചെയ്യാണ്. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഫ്ലെയിം കാണിക്കുന്ന സമയത്ത് അത് കണ്ടിന്യൂസ് കമ്പസ്റ്റ് ചെയ്യും. സോ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് ട്രൈഅസൈൽ ഗ്ലിസറോൾ ഈസ് മച്ച് ബെറ്റർ ദാൻ ദ ഫ്രീ ഫാറ്റി ആസിഡ്. ട്രൈഅസൈൽ ഗ്ലിസറോളിനേക്കാളും ഫ്രീ ഫാറ്റി ആസിഡിനേക്കാളും ട്രൈഅസൈൽ ഗ്ലിസറോളിനാണ് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് നിൽക്കുക. ഇനി ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക, ഫാറ്റ് ആൻഡ് ഓയിൽ വിത്ത് ലോ മോളിക്കുലർ വെയിറ്റ് ലോ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിനായിരിക്കും ലോ സ്മോക്ക് പോയിന്റും ലോ ഫ്ലാഷ് പോയിന്റും ലോ ഫയർ പോയിന്റും കാണിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഫാറ്റ് ആൻഡ് ഓയിൽ വിത്ത് ലോ മോളിക്കുലർ വെയിറ്റ് ഭയങ്കര കുറവായിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഉള്ള ഫാറ്റ്സ് ആൻഡ് ഓയിൽസിനാണ് ലോ ആയിട്ട് സ്മോക്ക് പോയിന്റും ലോ ഫ്ലാഷ് പോയിന്റും ലോ ഫയർ പോയിന്റും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ തെർമലിൽ വരുന്നത്, തെർമൽ പ്രോപ്പർട്ടിക്കകത്ത് ഓർക്കേണ്ട പോയിന്റുകൾ. ഇനി നെക്സ്റ്റ് വൺ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ് കേട്ടോ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
കുറച്ച് നമ്മൾക്ക് ഫിസിക്സ് പഠിക്കാം അല്ലേ, ഫിസിക്സിലേക്ക് പോകാം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം 2 ഡിഫറെൻറ്റ് മീഡിയം, ഇത് വാക്യൂമും ഇത് വെള്ളവും ആണെന്ന് വെച്ചോ. ഇവിടെ ഇപ്പം നമ്മൾ ലിപ്പിഡിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് ലിപ്പിഡ് എടുക്കാം. സോ ലിപ്പിഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് ഇങ്ങനല്ലേ. അപ്പോൾ ആക്ച്വലി ഇപ്പം ഇവിടെ വാക്യൂം ആണെന്നെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോയേനെ. ഓക്കെ, പക്ഷേ ഇൻ കേസ് ഇഫ് ദ ഡെൻസിറ്റി ഇസ് ഡിഫറെൻറ്റ്, അതായത് ഈ വാക്യൂത്തിൻ്റെയും നമ്മൾ എടുക്കുന്ന മീഡിയത്തിൻ്റെയും ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണെങ്കിൽ എന്ത് പറ്റും, ഇത് എന്ത് ചെയ്യും, ഇത് അടുത്തോട്ട് വരും. ഇങ്ങനെ പോകുന്നതിന് പകരം അവരെന്ത് കാണിക്കും, ഒന്നെങ്കിൽ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഡീവിയേഷൻ കാണിക്കും. ഓക്കെ, സോ ഈ ഡീവിയേഷൻ കാണിക്കും എപ്പോഴാണ്, നമ്മൾ വാക്യൂത്തിൽ നിന്ന് എങ്ങോട്ട് വരുമ്പോൾ ലിപ്പിഡിലോട്ട് വരുമ്പം ലൈറ്റിൻ്റെ മൂവ്മെൻറ്റിൽ എന്ത് കാണിക്കും, ഡീവിയേഷൻ കാണിക്കും. ഇതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയും. സോ ഓരോ മീഡിയത്തിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണും. അപ്പം ലിപ്പിഡിൻ്റെ ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് റേഷ്യോ ആയിരിക്കും. അതായത് ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ റേഷ്യോ എടുക്കും ഇൻ വാക്യൂം ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് ഓയിൽ ഓർ ഫാറ്റ്. അപ്പോൾ ഇറ്റ് ഇസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് വാക്യൂം ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് ഓയിൽ ഓർ ഫാറ്റ്. ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഷ്യോ ഇതാണ് ആക്ച്വലി. ഇനി ഇതിൽ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ എടുക്കും. അതായത് ഇവിടെ കറക്റ്റ് ഇതിൻ്റെ മിഡിലൂടെ പോവും. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഫിസിക്സ് ക്ലാസ് പോലെ തോന്നും അല്ലേ. സോ ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈൻ വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് to the sine of angle of refraction when a ray of light non-wavelength pass from air into oil or fat. Okay, അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എടുത്തിട്ടാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫാറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റിഫ്രാക്ടോമീറ്റർ ആണ്. അബിസ് റിഫ്രാക്ടോമീറ്ററും അതേപോലെ ബ്യൂട്രോ റിഫ്രാക്ടോമീറ്ററും ആണ്. അതിൽ ബ്യൂട്രോ ആണ് കേട്ടോ. ബ്യൂട്രോ റിഫ്രാക്ടോമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന റീഡിംഗ് ആണ് BR റീഡിംഗ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്യൂട്ടബിൾ ടേബിൾ നോക്കിയിട്ട് അതിൽ കിട്ടുന്ന വാല്യൂ വരുന്നത് വെച്ചിട്ട് നമുക്ക് ആ ഫാറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ടെമ്പറേച്ചർ അനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും, വേരി ചെയ്യാറുണ്ട്. അതേപോലെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അനുസരിച്ചും വേരി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതേ ഉള്ളൂ. ഇത് അത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരെണ്ണമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫാറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് അതിൻ്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഫാറ്റിൻ്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് ഇറ്റ്. അതേപോലെ ഏത് ലിപ്പിഡാണ് അതിനകത്ത് ഉള്ളതെന്ന് അറിയാനും വേണ്ടി വി ക്യാൻ യൂസ് ദിസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ടെക്നിക്. കാരണം ഒരു സ്റ്റാൻഡേർഡ് വാല്യൂസ് കാണും. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഏത് ഫാറ്റാണോ അതിന് കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് അറിയാത്തൊരു ഫാറ്റാണ് അല്ലെങ്കിൽ ലിപ്പിഡ് ആണെങ്കിൽ നമ്മൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് വാല്യൂ എവിടെ വരും, അതായിരിക്കും ആ ഒരു ലിപ്പിഡ്. സോ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാനും വി ക്യാൻ യൂസ് ദിസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ടെക്നിക്. ആൻഡ് ഫാറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, അതായത് ഫാറ്റി ആസിഡിൻ്റെ ചെയിൻ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഇൻക്രീസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് കൂടുന്നതനുസരിച്ചും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടാറുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളൂ കേട്ടോ. Refractive index of the fat is found to increase in the length of carbon chain and also with the increase in the number of double bond. അപ്പോൾ ഇവിടെ ലിക്വിഡ് ഓയിലിൻ്റെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.43 to 1.45 ഇതിൻ്റെ ഇടയിലായിട്ടായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിടക്കുന്നത്. ഓക്കെ, സോ അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി അടുത്തതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ആക്ച്വലി നമ്മൾ ഓയിൽ ആൻഡ് ഫാറ്റ് എന്ന് പറയുന്നത് കളർലെസ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. പ്യുവർ ആയിട്ടുള്ള ട്രയസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത് കളർലെസ് ആണ്, അതിനകത്ത് കളറൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ അവരൊരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റിനെ ഒന്നും എന്ത് ചെയ്യില്ല, അബ്സോർബ് ചെയ്യാറില്ല. ബട്ട് നമ്മൾ കൊമേഴ്ഷ്യലി നമുക്ക് കിട്ടുന്ന ഓയിലിനകത്ത് എന്ത് കാണും, ഒരു യെല്ലോയിഷ് കളർ വരാറില്ലേ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പിഗ്മെന്റ്സ് ആയിരിക്കും. അപ്പം ആ പിഗ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ കളർ അബ്സോർബ് ചെയ്യും. ലൈക്ക് കരോട്ടിനോയിഡ്സോ ക്ലോറോഫിലോ പോലത്തെ പിഗ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ ഓയിൽ എന്ത് ചെയ്യാറുണ്ട്, ലൈറ്റിനെ അബ്സോർബ് ചെയ്യാറുണ്ട്. സോ ആ അബ്സോർപ്ഷനാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിലൂടെ കാണിക്കുന്നത്. സോ
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിബിൾ ഓയിൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ഡീകളറൈസേഷൻ സ്റ്റെപ്പ് അണ്ടർഗോ ചെയ്യിക്കാറുണ്ട് ഡ്യൂറിങ് റിഫൈൻമെൻറ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡീകളറൈസേഷൻ സ്റ്റെപ്പ് അണ്ടർഗോ ചെയ്യിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും, അവർ ലൈറ്റിനെ ആ പർട്ടിക്കുലർ വേവ് ലെങ്തിനെ അവരെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഓക്കെ. So in emulsified food, lipids also contribute to the opacity of the product because of their ability to scatter light, which is direct result of difference in refractive index between the liquid and the aqueous phase. അപ്പം അടുത്തൊരു ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ അടുത്ത് വരുന്നതാണ്, അതായത് ഇമൽസിഫൈഡ് ആയിട്ടുള്ള ഫുഡ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ലിപ്പിഡ് എന്ത് ചെയ്യാറുണ്ട്, ആ പ്രോഡക്റ്റിൻ്റെ ഒപ്പേസിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കാരണമാവാറുണ്ട്. ബിക്കോസ് അത് എന്ത് ചെയ്യും, ലൈറ്റിനെ സ്കാറ്റർ ചെയ്ത് കളയും. ഓക്കെ. സോ അതും ഫാറ്റിൻ്റെ അല്ലെങ്കിൽ ലിപ്പിഡിൻ്റെ ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്താണ് കെമിക്കൽ പ്രോപ്പർട്ടി. ഇപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ മെയിനായിട്ടും നമ്മളെപ്പോഴും കെമിക്കൽ പ്രോപ്പർട്ടിയിൽ കൂടുതലും എന്താണ്, ടെസ്റ്റുകളാണല്ലേ പഠിക്കുക. ഇവിടെ നമ്മൾ ടെസ്റ്റുകൾ തന്നെയാണ് നോക്കുന്നത്. സോ ദർ ആർ നമ്പർ ഓഫ് കെമിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ടു ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ ടു ഫൈൻഡ് ദാറ്റ് പ്യൂരിറ്റി നോക്കാനോ അല്ലെങ്കിൽ ഏത് ഫാറ്റാണോ ഓയിലാണ് ലിപ്പിഡാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒക്കെ ആയിട്ട് ഒരുപാട് നമ്പർ ഓഫ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് കെമിക്കൽ അത് അതിന് കാരണം എന്തായിരിക്കും, ഈ ഫാറ്റ് അല്ലെങ്കിൽ ആ ലിപ്പിഡിൻ്റെ കെമിക്കൽ കോമ്പോസിഷനാണ് ഈ കെമിക്കൽ പ്രോപ്പർട്ടിക്ക് കാരണമായിട്ട് വരുന്നത്. സോ ഈ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഐഡൻറ്റിഫൈ ദ ഫാറ്റ് ഓർ ദ ലിപ്പിഡ് ആൻഡ് ഓൾസോ അതിനകത്ത് എന്തെങ്കിലും അഡൾട്ടറേഷൻ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും വി ക്യാൻ യൂസ് ദിസ് ടെക്നിക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് കെമിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മളെപ്പോഴും എന്താണ് നോക്കുക, നമ്മൾ അതിനകത്ത് ടെസ്റ്റുകളാണ് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ പഠിക്കുക, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് സാപ്പോണിഫിക്കേഷൻ. ഓക്കെ, സാപ്പോണിഫിക്കേഷൻ അതായത് നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റിനെ നമ്മൾ ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ബോയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും, ഹൈഡ്രോളിസിസ് സംഭവിക്കും. എന്നിട്ട് അത് എന്തായിട്ട് മാറും, ഗ്ലിസറോളും ഫാറ്റി ആസിഡായിട്ട് മാറും. ഓക്കെ. ആൻഡ് ഈ ഉണ്ടാവുന്ന ഫാറ്റി ആസിഡ്സിനകത്ത് എന്ത് കാണും, പൊട്ടാസ്യത്തിൻ്റെ അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ ഫാറ്റി ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോഡിയം സ്റ്റിയറേറ്റോ പൊട്ടാസ്യം സ്റ്റിയറേറ്റോ അങ്ങനെയൊക്കെ ആയിരിക്കും ഫോം ചെയ്യുക. ഫാറ്റി ആസിഡിൻ്റെ കൂടെ എന്തായിരിക്കും, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ സോൾട്ട് ആയിട്ടായിരിക്കും വരിക. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആൻഡ് ദാറ്റ് സോൾട്ട് ഓഫ് അല്ലെങ്കിൽ സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് എന്തായിട്ട് ആക്ട് ചെയ്യും, സോപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഈ പ്രോസസ്സിനെയാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുക. അതായത് നമ്മൾ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഫാറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സാപ്പോണിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഗ്ലിസറോൾ കിട്ടും. പിന്നെ എന്ത് കിട്ടും, സോഡിയം സോൾട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡും കിട്ടും. ഏത് ഫാറ്റി ആസിഡാണോ അതിൻ്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട്. ഇപ്പോൾ സ്റ്റിയറിക് ആസിഡ് ആണെങ്കിൽ സോഡിയം സ്റ്റിയറേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം സ്റ്റിയറേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. സോ ഈ സോഡിയം സ്റ്റിയറേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം സോഡിയം പാൽമറ്റേറ്റ് ഇതിനൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ ആക്ട് ആസ് സോപ്പായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സാപ്പോണിഫിക്കേഷൻ. ഓയിൽസ് ആൻഡ് ഫാറ്റ് വെൻ ബോയിൽഡ് വിത്ത് ആൻ ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ദേ അണ്ടർഗോ ഹൈഡ്രോളിസിസ് ഫോമിംഗ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. ആൻഡ് ഈ സിൻസ് നമുക്ക് കിട്ടുന്ന ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ആയിരിക്കും. സോ ദേ ക്യാൻ ആക്ട് ആസ് സോപ്പ്. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ സാപ്പോണിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി വരുന്നതാണ് റാൻസിഡിറ്റി. ഇറ്റ് ഈസ് ഓൾസോ എ കെമിക്കൽ റിയാക്ഷൻ. അതായത് സോൾട്ട് അല്ലെങ്കിൽ ലിപ്പിഡിനകത്ത് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഈ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറേ നാൾ ലിപ്പിഡ്സ് വെച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കും. സോ അതുവഴി ഒരു ഓഫ് ഫ്ലേവർ ഉണ്ടാകും. ആ ഫാറ്റിന് അല്ലെങ്കിൽ ലിപ്പിഡിന് ഒരു ഓഫ് ഫ്ലേവർ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റാൻസിഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫാറ്റിൻ്റെ അല്ലെങ്കിൽ ലിപ്പിഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്താവും, ലോസ് ആവും. സോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതാവും. ആൻഡ് റാൻസിഡിറ്റിയിൽ നടക്കുന്ന മെയിൻ കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓട്ടോ ഓക്സിഡേഷൻ ആണ്. അതായത് എന്ത് പറ്റുക, സെൽഫായിട്ട് അതെന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും. ഫാറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ലിപ്പിഡ് മോളിക്യൂൾസ് എന്തായാലും സെൽഫായിട്ട് ഓക്സിഡൈസ് ചെയ്ത് പോകും.
ഓക്കെ. ആൻഡ് ഓക്സിഡേഷൻ റേറ്റ് എന്ത് പറ്റും, റിയാക്ഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്ന അനുസരിച്ച് അതിങ്ങനെ കൂടി 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 പോവുകയും ചെയ്യും. സോ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ഓരോ കെമിക്കൽ റിയാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത്, ഹൈഡ്രോളൈസിസ് വഴിയും ഓക്സിഡേഷൻ വഴി. ഈ റാൻസിഡിറ്റിക്ക് പോസിബിൾ ആവുന്നത് ഒന്നെങ്കിൽ ഹൈഡ്രോളിസിസ് വഴിയും അല്ലെങ്കിൽ ഓക്സിഡേഷൻ വഴിയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ 2 ടൈപ്സ് ഓഫ് റാൻസിഡിറ്റീസ് വരും. എന്തൊക്കെയാണ്? ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി ആൻഡ് ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി. ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി എങ്ങനെയാണ് പോസിബിൾ ആവുക? ഈ ഫാറ്റിനെ നമ്മൾ ലിപ്പേസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താവും, ഓക്സിഡൈസ് ചെയ്തിട്ട് അത് ഫാറ്റി ആസിഡ്സ് ലിബറേറ്റ് ചെയ്യും. ഓക്കെ. സോ അപ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ആ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി പോവുകയല്ലേ ചെയ്യുക, അപ്പം റാൻസിഡ് ആയിട്ട് മാറും. സോ ദ ഫോർമേഷൻ ഓഫ് ലോ മോളിക്കുലർ വെയ്റ്റ് ഫാറ്റി ആസിഡ് കോസ് ദ ഡിറ്റോറിയേഷൻ ഓഫ് ഫാറ്റ്. അങ്ങനെ വഴി ഉണ്ടാവുന്ന ആ ലോ മോളിക്കുലർ ഫാറ്റി ആസിഡ്സ് ആണ് അവിടെ ഉണ്ടാവുന്നതെങ്കിൽ അതെന്തായിരിക്കും, ആ ഫാറ്റ് ഡിറ്റോറിയേറ്റ് ചെയ്ത് പോകും. സോ ഇതിനെയാണ് ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിൽ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. അത് ഓക്സിജനുമായിട്ട് അവർ കോൺടാക്റ്റിൽ വരുമ്പോൾ അത് ഓക്സിഡൈസ് ചെയ്യപ്പെടും, ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, പെറോക്സൈഡ്സ് ഫോം ചെയ്യും. ഓക്കെ. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. ഈ പെറോക്സൈഡ്സ് ഫർദർ ഡിഗ്രേഡ് ചെയ്ത് ആൽഡിഹൈഡ് ആവും, അതേപോലെ കീറ്റോൺസ് ആവും. അങ്ങനെയാണ് ആ ഒരു ആൽഡിഹൈഡും കീറ്റോൺസും ഫോം ചെയ്യുന്നതുകൊണ്ടാണ് അതിനൊരു സ്മെല്ല് ഓഫ് ഫ്ലേവർ വരുന്നത്, അല്ലെങ്കിൽ ഓഫ് ഓർഡർ വരുന്നത്. സോ അതാണ് 2 ടൈപ്സ് ഓഫ് റാൻസിഡിറ്റി, ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി ആൻഡ് ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി. ഇനി വരുന്ന അടുത്തൊരു കെമിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിയാക്ഷൻ ആണ് ഹാലോജിനേഷൻ. ആ പേരിൽ നിന്ന് നമുക്ക് പറയാം ഹാലോ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും എന്തിനാ പറയാം, ഹാലോജൻസ്. അതായത് പീരിയോഡിക് ടേബിളിലെ 17th ഗ്രൂപ്പ്സിലുള്ള എലമെന്റ്സ് ആണ് ഹാലോജൻസ്. അയഡിൻ, ഫ്ലോറിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഇതൊക്കെയാണ് എന്ത്, ഹാലോജൻസ് ആയിട്ട് വരുന്നത്. ഇവരെ ആഡ് ചെയ്യും, അതിനാണ് ഹാലോജിനേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവരെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിക്കാം, ഇപ്പൊ സാച്ചുറേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ്ലി എച്ച് വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്ന കാർബണിനകത്തോട്ട് നമ്മൾ ഇവരെ കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റൂ? ഇവിടെ എവിടെയെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ അല്ലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. ഇവിടെ എവിടെയെങ്കിലും ഇതിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല അല്ലേ. ഇനി ഇത് നോക്കിക്കേ, സി ഡബിൾ ബോണ്ട് ഓ സി, സിംഗിൾ ബോണ്ട് സി എച്ച്, ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വേണമെങ്കിൽ ഈ ക്ലോറിനോ അയഡിനോ ഹാലോജൻസിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. സോ ഈ ഹാലോജിനേഷൻ മോർ പോസിബിൾ ആവുന്നത് എവിടാണ്, ഡബിൾ ബോണ്ട് ഉള്ള, അതായത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിലാണ് ഈ ഹാലോജിനേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. സോ ഹാലോജിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, the unsaturated fatty acid in free or combined state readily accept halogens. ഹാലോജൻസിനെ അക്സെപ്റ്റ് ചെയ്യും, അതായത് അയഡിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, ക്ലോറിൻ പോലത്തെ ഹാലോജൻസിനെ അവരുടെ ഡബിൾ ബോണ്ടിലേക്ക് അവരെന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. സോ ദാറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഹാലോജിനേഷൻ എന്ന് വിളിക്കുക. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫാറ്റ് എടുത്തിട്ട് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രോമിൻ ഒരു ബ്രൗൺ കളർ സൊല്യൂഷൻ ആണ് ബ്രോമിൻ. ഇതിൽ നമ്മൾ ഫാറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഈ ബ്രൗൺ കളർ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഡീകളറൈസേഷൻ സംഭവിക്കും. ഓക്കെ. അങ്ങനെ വരുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് അർത്ഥം, ഹാലോജിനേഷൻ സംഭവിച്ചു. അതിനകത്ത് എന്തുണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. സോ ദിസ് ഡീകളറൈസേഷൻ colorizes the aqueous solution of halogens, that is bromine or iodine, and the extent of addition of halogen depends on the number of double bond. എത്രമാത്രം ഡബിൾ ബോണ്ട് ഉണ്ടോ അത്രത്തോളം ഹാലോജൻസ് ആയിരിക്കും ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി മെഷർ ഫോർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് അൺസാച്ചുറേഷൻ ഇൻ ഫാറ്റ് ആൻഡ് ഓയിൽ. ഫാറ്റ് ആൻഡ് ഓയിലിൽ എത്രത്തോളം അൺസാച്ചുറേഷൻ ഉണ്ടെന്ന് അറിയാൻ വി ക്യാൻ യൂസ് ദിസ് മെത്തേഡ്, ദാറ്റ് ഇസ് ഹാലോജിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് മെഷർ ചെയ്യുന്ന കിട്ടുന്ന ഒരു പാരാമീറ്റർ ആണ് അയഡിൻ നമ്പർ. ഈ ഒരു മെഷർമെൻറ്റിൽ യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരെണ്ണമാണ് അയഡിൻ നമ്പർ. അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ, ഇപ്പോഴല്ല. പിന്നെ ഇത് ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഈ കളറ് ചേഞ്ച് ചെയ്യുന്നു. കളർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്, അതിനകത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ടാണ് ആ കളർ ചേഞ്ച് ആവുന്നത്. അതായത് ബ്രോമിൻ അവർ എന്ത് ചെയ്യും, ടേക്കപ്പ് ചെയ്യും. ഇനി വരുന്നതാണ് ഹൈഡ്രോജിനേഷൻ. അപ്പോൾ പറ, ഹാലോജിനേഷൻ എന്ന് പറയുമ്പോൾ ഹാലോജൻസിനെ ആഡ് ചെയ്തു. ഹൈഡ്രോജിനേഷൻ അപ്പോൾ എന്തായിരിക്കും, ഹൈഡ്രജനെ ആഡ് ചെയ്യും. സിമ്പിൾ. ഹൈഡ്രജനെ എങ്ങോട്ട് ആഡ് ചെയ്യും, ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ. അതായത് നോർമലി സി ഇതാ ഇങ്ങനെയല്ലേ ഇരിക്കാം, ഇവിടെ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ എല്ലാം എച്ച് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സിംഗിൾ ബോണ്ടിൽ. ഡബിൾ ബോണ്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഡബിൾ ബോണ്ട് വരുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ. ഇവിടെ എന്തുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ഇരിക്കുന്നു, ബാക്കിയെല്ലാം ഇവിടെ ഇരിക്കുകയാണ്.
അപ്പോൾ ഇനി ഹൈഡ്രോജനേഷൻ നടക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആയിട്ട് ഹൈഡ്രജൻ വന്ന് ഇവിടെ ആഡ് ആവും. ഓക്കെ, അപ്പോൾ എന്താവും? അവർ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. സോ ഇതിനെയാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. സോ വെൻ എക്സ്പോസ് ടു ഹൈഡ്രജൻ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ അല്ലെങ്കിൽ പ്ലാറ്റിനം, അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ ഓർ പ്ലാറ്റിനം ഓർ കാറ്റലിസ്റ്റ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അക്സെപ്റ്റ് ഹൈഡ്രജൻ അറ്റ് ദ ഡബിൾ ബോണ്ട്. എന്നിട്ട് അത് എന്തായിട്ട് മാറും? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നിക്കൽ ഓർ പ്ലാറ്റിനം ആസ് കാറ്റലിസ്റ്റ് ആണ് കേട്ടോ, ആസ് കാറ്റലിസ്റ്റ്. ഓക്കെ, സോ when exposed to hydrogen at a high pressure and temperature in the presence of nickel or platinum as catalyst, എന്ത് സംഭവിക്കും? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഹൈഡ്രജനെ അവരുടെ ഡബിൾ ബോണ്ടിലേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറും. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓയിലിനെ എന്ത് ചെയ്യാറുണ്ട്? ഹൈഡ്രോജനേഷൻ ചെയ്യാറുണ്ട്. എന്നിട്ട് എന്താക്കും? ഹാർഡൻ ആക്കി മാറ്റും. സോ ഇതിനെയാണ് ഹാർഡനിങ് ഓഫ് ഓയിൽ എന്ന് പറയാം. സംടൈംസ് അതിനെ ഹാർഡനിങ് ഓഫ് ഓയിൽ എന്ന് പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഹൈഡ്രോജനേഷൻ. ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സ് പഠിക്കാം. ആദ്യത്തെയാണ് റിച്ചർഡ് മീൽസ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് RM വാല്യൂ ഓർ നമ്പർ ഓർ വാല്യൂ എന്ന് പറയാം. എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മില്ലി ലിറ്റർ, ML ആണ് പറയാം, ഓഫ് 0.1 നോർമൽ ആൽക്കലി. ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അതായത് 0.1 നോർമൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എത്ര നമുക്ക് വേണം? എന്തിനു വേണ്ടിയാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എത്ര യൂസ് ചെയ്തിട്ട്, അത് ഹൈഡ്രോക്സൈഡ് ആണ്, ഇറ്റ് ഈസ് എ ബേസ് ഓർ ആൽക്കലി. അതിന് എന്ത് ചെയ്യാം? ഈ ഫാറ്റി ആസിഡ്സിനെ എന്ത് ചെയ്യാം? അവർ ആസിഡ് അല്ലേ, ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. സോ എത്ര മില്ലി ലിറ്റർ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് 0.1 നോർമൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടാണ് നമുക്ക് 5 grams ഓഫ് ഫാറ്റിലുള്ള ഫാറ്റി ആസിഡ്സിനെ സോലുബിലൈസ് ചെയ്യാൻ പറ്റുക. ആ വാല്യൂ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ റിച്ചർഡ് മീൽസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ദ RM വാല്യൂ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മില്ലി ലിറ്റർ ഓഫ് 0.1 നോർമൽ ആൽക്കലി such as potassium hydroxide required neutralizing the volatile water soluble fatty acid in a 5 gram sample of fat. ഒരു 5 gram sample of ഫാറ്റിനകത്ത് എന്ത് കാണും? വോളറ്റൈൽ ആയിട്ടുള്ള വാട്ടർ സോളുബിൾ ഫാറ്റി ആസിഡ്സ് കാണും. സോ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് 0.1 നോർമൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെയാണ് റിച്ചർഡ് മീൽസ് നമ്പർ എന്ന് പറയുന്നത്. സോ അതിനകത്തുള്ള വോളറ്റൈൽ വാട്ടർ സോളുബിൾ ഫാറ്റി ആസിഡ്സ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ബ്യൂട്രിക് ആസിഡും അതേപോലെ കപ്രോയിക് ആസിഡും ആണ്. ഈ 2 ആസിഡ്സ് ആണ് സോളുബിൾ ആവുന്നത്, അതായത് വാട്ടറിൽ സോളുബിൾ ആയിട്ടുള്ള വോളറ്റൈൽ വാട്ടർ സോളുബിൾ ഫാറ്റി ആസിഡ്സ്. സോ ഇത് ആ ഫാറ്റിനകത്ത് പ്രസന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ന്യൂട്രലൈസേഷൻ നടക്കും. ആൻഡ് ദാറ്റ് എമൗണ്ട് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് എത്ര വേണം അതിനെയാണ് എന്ന് വിളിക്കുക റിച്ചർഡ് മീൽസ് നമ്പർ എന്ന് പറയാം. അതേപോലെ ഈ കാപ്രിലിക് അതേപോലെ കാപ്രിക് ആസിഡും എന്ത് ചെയ്യാറുണ്ട്? സ്ലൈറ്റ്ലി സോളുബിൾ ആവാറുണ്ട് വാട്ടറിൽ. മെയിനായിട്ടും ബ്യൂട്രിക് ആൻഡ് കാപ്രോയിക് ആസിഡ് ആണ് വാട്ടറിൽ റെഡിലി സോളുബിൾ ആവുന്ന ഫാറ്റി ആസിഡ്സ്. അപ്പോൾ അതാണ് റിച്ചർഡ് മീൽസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അഡൾട്രേഷൻ കണ്ടുപിടിക്കാം ഇൻ ബട്ടറിൽ അഡൾട്രേഷൻ കണ്ടുപിടിക്കാൻ വി ക്യാൻ യൂസ് ദിസ് നമ്പർ. Although RM number varies for butter with season, nutrition and the time in the lactation cycle of cow, and അതിൻ്റെ ഒരു വാല്യൂ 24 and 34ൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരിക. ആൻഡ് ഇറ്റ് ഈസ് ഹയർ ദാൻ അതർ എഡിബിൾ ഓയിൽ. ബാക്കിയുള്ള എഡിബിൾ ഓയിലിനേക്കാളും RM വാല്യൂ ബട്ടറിന് കുറച്ച് കൂടുതലാണ്. ആൻഡ് അതിൻ്റെ വാല്യൂ 24 to 34ൻ്റെ ഇടയിലായിട്ട് വേരി ചെയ്യാറുണ്ട് കേട്ടോ. ഡിപ്പെൻഡ്സ് ഓൺ ദ സീസൺ, ന്യൂട്രീഷൻ ആൻഡ് ദ ടൈം. ഓക്കെ, ഇനി വരുന്നതാണ് പോളസ്ക് നമ്പർ എന്ന് പറയുന്നത്. പോളസ്ക് നമ്പർ എന്ന് പറയുന്നത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 0.1 നോർമൽ ആൽക്കലി, അവിടെ എന്താണ് നമ്മൾ ചെയ്തത്? വോളറ്റൈൽ വാട്ടർ സോളുബിൾ ഫാറ്റി ആസിഡിൻ്റെ എമൗണ്ട് ആണ് നോക്കിയത് അല്ലേ? ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? വോളറ്റൈൽ വാട്ടർ ഇൻസോളുബിൾ ഫാറ്റി ആസിഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഈ കാപ്രിക് ആസിഡ് ഒന്നും കറക്റ്റ് സോളുബിൾ ആവത്തില്ല എന്നല്ലേ പറഞ്ഞത്, അതായത് അത് സ്ലൈറ്റ്ലി സോളുബിൾ ആണ്. സോ അവരെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇത് യൂസ് ചെയ്യാം, അതായത് പോളസ്ക് നമ്പർ അവിടെ നമുക്ക് യൂസ് ചെയ്യാം. പോളസ്ക് നമ്പർ നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? എന്ത് കണ്ടുപിടിക്കാം? അതായത് വാട്ടർ ഇൻസോളുബിൾ ആയിട്ടുള്ള വോളറ്റൈൽ ഫാറ്റി ആസിഡ്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം, എത്രമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതാണ്
പൊലൻസ്കി നമ്പർ, അത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. രണ്ടും 0.1 നോർമൽ ആൽക്കലി സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണ് വോളറ്റൈൽ വാട്ടർ സോളുബിൾ ഫാറ്റി ആസിഡ് ആണെങ്കിൽ ഇവിടെ വോളറ്റൈൽ വാട്ടർ ഇൻസോളുബിൾ ഫാറ്റി ആസിഡിനാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻസ് ആണ് നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കേണ്ടത് കേട്ടോ. പിന്നെ വരുന്നതാണ് സാപ്പോണിഫിക്കേഷൻ നമ്പർ. സാപ്പോണിഫിക്കേഷൻ നമ്പർ, അയ്യോ അത് നമ്മൾ എവിടെ കേട്ടല്ലേ, സാപ്പോണിഫിക്കേഷൻ. സാപ്പോണിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ദാറ്റ് എമൗണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് മില്ലിഗ്രാം ഓഫ് പൊട്ടാസ്യം അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് റിക്വയർഡ് ടു സാപ്പോണിഫൈസ് 1 gram ഓഫ് ഫാറ്റ്, അതിനെയാണ് സാപ്പോണിഫിക്കേഷൻ നമ്പർ എന്ന് വിളിക്കുക. So saponification number is defined as the number of milligram of potassium hydroxide required to saponifies 1 gram of fat or oil. അപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഈ 3 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യും, ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ് ആണ്, ഫാറ്റ് അല്ലെങ്കിൽ ഓയിലുള്ള ട്രൈഗ്ലിസറൈഡ് അല്ലേ അത്. അപ്പോൾ അതിനകത്ത് 3 ഫാറ്റി ആസിഡുമായിട്ട് അവരെന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പം 3 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മോൾ ഓഫ് ഫാറ്റിനകത്ത് എന്തൊക്കെ കാണും, ഇപ്പം ഒരു മോൾ ഓഫ് ട്രൈഗ്ലിസറൈഡ്സിനകത്ത് 3 ഫാറ്റി ആസിഡ്സ് അല്ലേ വരിക. അപ്പം 3 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ യൂസ് ആവുന്നത്. ഓക്കെ, and if the triglyceride contain low molecular weight fatty acid, then the number of molecule present in 1 gram sample of fat will be greater than if the fatty acid have long chain and high molecular weight. ലോ മോളിക്കുലർ വെയിറ്റ് ഫാറ്റി ആസിഡ്സിനകത്തായിരിക്കും എന്ത് കാണുക, നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് 1 ഗ്രാമിനകത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും ഫോർ ലോ മോളിക്കുലർ വെയിറ്റ് ഫാറ്റി ആസിഡ്. ഹൈ മോളിക്കുലർ വെയിറ്റിനേക്കാളും അതിന് കുറവായിരിക്കും വരിക. So if the triglyceride contain low molecular weight fatty acid, the number of molecule present in 1 gram sample of fat nath endaayirikkum, it is greater aayirikkum compared to long chain and high molecular weight fatty acid. Ini varuna, if the fat with a low molecular weight fatty acid will consequently have a high saponification number. Idu orthu vechekka ട്ടോ. Adayathu low molecular weight nathana number of fatty acids allengil amount കൂടുതലായിട്ട് വരിക. So saponification value എന്തായിരിക്കും, കൂടുതലായിരിക്കും. അത്ര എണ്ണത്തിന് സാപ്പോണിഫൈ ചെയ്യണമല്ലോ, അപ്പോൾ അത്രയും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വേണം. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ലോ മോളിക്കുലർ വെയിറ്റ് ഫാറ്റി ആസിഡ്സിലായിരിക്കും എന്ത് വരിക, ഹൈ സാപ്പോണിഫിക്കേഷൻ നമ്പർ കാണിക്കുക. അപ്പോൾ സാപ്പോണിഫിക്കേഷൻ നമ്പർ ഓഫ് ബട്ടർ എന്ന് പറയുന്നത് 230 to 240 ഇടയിലായിട്ടായിരിക്കും. കോക്കനട്ട് ഓയിലിൻ്റെത് 250 to 260 ആയിട്ടായിരിക്കും വരും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അയഡിൻ നമ്പർ. ഇതെന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അയഡിൻ നമ്പർ വെച്ചിട്ട് അത് മെഷർ ചെയ്യാം എന്ന് പറഞ്ഞു. സോ അതാണ് അയഡിൻ നമ്പർ. അയഡിൻ നമ്പർ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് അയഡിൻ. അയഡിൻ ഒരു ഹാലജൻ ആണ്. അപ്പം എത്ര അയഡിൻ അല്ലെങ്കിൽ അയഡിൻ്റെ കോമ്പൗണ്ട് ആണ് നമുക്ക്, അതായത് ആ എത്ര അയഡിനെ 100 gram ഓഫ് ഫാറ്റ് അബ്സോർബ് ചെയ്യും, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ 100 gram ഓഫ് ഫാറ്റ് എത്ര അയഡിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്, അതായിരിക്കും അയഡിൻ നമ്പർ. അല്ലെങ്കിൽ എത്ര അയഡിൻ കോമ്പൗണ്ടിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്, അതായിരിക്കും അയഡിൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ദ ഡബിൾ ബോണ്ട് പ്രസൻറ്റ് എന്താ, അതിനകത്ത് എത്ര ഡബിൾ ബോണ്ട് ഉണ്ടോ അത്രത്തോളം എന്ത് ചെയ്യും, അയഡിനെ അവർ അബ്സോർബ് ചെയ്യുമല്ലേ. സോ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് പ്രസൻറ്റ് ഇൻ ദ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് റിയാക്ട് റെഡലി വിത്ത് അയഡിൻ ഓർ സർട്ടൻ അയഡിൻ കോമ്പൗണ്ട്, എന്നിട്ട് എന്ത് ചെയ്യും, ആ അഡീഷണൽ കോമ്പൗണ്ട് ഫോം ചെയ്യും, അതിനകത്തോട്ട് ആ അയഡിനെ ആഡ് ചെയ്ത് വെക്കും. ഓക്കെ, സോ ഇതാണ് അവിടെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ എത്ര അയഡിനെ അബ്സോർബ് ചെയ്തു എന്ന് നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് എത്ര അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. And iodine number is therefore a measure of extent of unsaturation of fatty acid present in fat. ഫാറ്റിൽ എത്രത്തോളം അൺസാച്ചുറേഷൻ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ അയഡിൻ നമ്പർ യൂസ് ചെയ്യാം. ആൻഡ് കോക്കനട്ട് ഓയിലിൻ്റെ നോക്കുകയാണെങ്കിൽ 7 to 10 ആണ്, ബട്ടറിൻ്റെത് 25 to 28, പാം ഓയിലിൻ്റെത് 45 to 55, ഒലീവ് ഓയിലിൻ്റെ ഒരു 80 to 85 ഇടയിലായിരിക്കും, സൺഫ്ലവർ ഓയിലിൻ്റെത് 125 to 135, ലിൻസീഡ് ഓയിലിൻ്റെത് 175 to 200. അപ്പോൾ ഈ ഇതിൽ തന്നിരിക്കുന്നതിൽ ലിൻസീഡ് ഓയിലിനാണ് ഏറ്റവും കൂടുതൽ അയഡിൻ നമ്പർ കാണിക്കുക. ദാറ്റ് മീൻസ് അവരിലായിരിക്കും ഏറ്റവും കൂടുതൽ അൺസാച്ചുറേഷൻ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആസിഡ് നമ്പർ. ആസിഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ മിക്കതും എന്താണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടുള്ള കളികളാണ്. സോ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ഫാറ്റി ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര പൊട്ടാസ്യം hydroxide വേണം, അതായത് 1 ഗ്രാമിലുള്ള കംപ്ലീറ്റ് ഫ്രീ ഫാറ്റി ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര mg, അതായത് എത്ര mg പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് വേണ്ടത്, അതിനെയാണ് നമ്മൾ ആസിഡ് നമ്പർ എന്ന് വിളിക്കുക. സോ 1 gram ഓഫ് ഫാറ്റ് അല്ലെങ്കിൽ ഓയിലിനെ, അതിനകത്തുള്ള ഫ്രീ ഫാറ്റി ആസിഡിനെ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ്
പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെയാണ് ആസിഡ് നമ്പർ എന്ന് വിളിക്കുക. ആൻഡ് നമ്മളിങ്ങനെ കുറേ നാൾ ഇങ്ങനെ ഓയിലിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രീ ഫാറ്റി ആസിഡ് ഒരുപാട് ഉണ്ടാകും. ഓക്കെ, അപ്പം ആസിഡ് നമ്പറും എന്ത് ചെയ്യും? കൂടും. അപ്പം ഓയിൽ വിച്ച് ഹാവിങ് ഹൈ ആസിഡ് നമ്പർ ഭയങ്കര കൂടുതലായിട്ടുള്ള ഓയിലിനെ നമ്മൾ കൺസപ്ഷന് വേണ്ടി യൂസ് ചെയ്യില്ല. കാരണം അവിടെ എന്താ സംഭവിച്ചാൽ ആ ഫാറ്റി ഓയിൽ അവിടെ ഇരുന്ന് എന്ത് സംഭവിച്ചു? അല്ല, ഫാറ്റി ആസിഡ്സ് എല്ലാം ഫ്രീ ആയി. അപ്പം ഇതിൽ ഓർക്കേണ്ട പോയിന്റ്, ബാക്കി എല്ലായിടത്തും നമ്മൾ പറയുമ്പോൾ ആ ഫാറ്റിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫാറ്റി ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ബട്ട് ഇവിടെ ആ ഓയിലിനകത്ത് ഫ്രീ ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എത്രമാത്രം റിയാക്ഷൻ തരുന്നു, അല്ലെങ്കിൽ എത്ര പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്തു എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഫ്രീ ഫാറ്റി ആസിഡ് ഉണ്ടെന്ന അർത്ഥം എന്താണ്? അത് കുറേ നാൾ ഇരിക്കുകയും പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നായിരിക്കും അതിൻ്റെ മീനിങ്. അപ്പം അങ്ങനെ വരുന്ന, അതായത് ഹൈ ആസിഡ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. ഓക്കെ, അപ്പം ഹൈ ആസിഡ് വാല്യൂ ഉള്ള ഓയിലിനെ നമ്മൾ എന്ത് ചെയ്യില്ല? കൺസപ്ഷന് വേണ്ടി യൂസ് ചെയ്യാറില്ല. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് അസറ്റൈൽ വാല്യൂ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എത്ര ഹൈഡ്രോക്സൈൽ ഫാറ്റി ആസിഡ് ആണ് ഫാറ്റിൽ പ്രസന്റ് ആയിട്ടുള്ളത് എന്ന് അറിയാനാണ് നമ്മൾ അസറ്റൈൽ വാല്യൂ ചെയ്യുന്നത്. എത്ര ഫാറ്റി ആസിഡ് പ്രസന്റ് ആണ് എന്നറിയാനുള്ള ഒരു മെഷർമെന്റ് ആണ് എന്തെന്ന് പറയാം, അസറ്റൈൽ വാല്യൂ. അപ്പം ഇത്രയാണ് നമ്മൾ പ്രോപ്പർട്ടീസിൽ വരുന്നത്. അപ്പം ഇതിലെ കുറച്ച് ആ പോയിന്റും വാല്യൂസും എല്ലാം നന്നായിട്ടൊന്ന്, അതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് നന്നായിട്ട് നോക്കി വെച്ചേക്കാം. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതും അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് പഠിച്ചതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഫാറ്റ് ആൻഡ് ഓയിൽ? ഫാറ്റ് ആൻഡ് ഓയിലിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത് ഇതിൽ ഏതാണ്? കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്, ഹെവി കമ്പയർഡ് ടു വാട്ടർ. സോ ഇറ്റ് ഈസ് ലൈറ്റ് കമ്പയർഡ് ടു വാട്ടർ ആണ്. സോ ഇതല്ല, ഇതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ല. രണ്ടാമത്തേന്ന് പറയുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് ഇമൽഷൻ ഈസ് ബട്ടർ ആൻഡ് എക്സാമ്പിൾ ഓഫ്? ബട്ടർ ഏത് ടൈപ്പ് ഇമൽഷന് എക്സാമ്പിൾ ആണ്? ബട്ടർ എന്ന് പറയുന്നത് ഏത് ഇമൽഷനാണ്? ഓയിൽ ഇൻ വാട്ടർ, വാട്ടർ ഇൻ ഓയിൽ, വാട്ടർ ഇൻ വാട്ടർ, ഓയിൽ ഇൻ വാട്ടർ. ഇറ്റ് ഈസ് വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ ആണ് ബട്ടർ എന്ന് പറയുന്നത്. മിൽക്ക് എന്താണ്? ഓയിൽ ഇൻ വാട്ടർ ആണ് മിൽക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, what is the specific capacity of most of the oil and fat? Most of the oil and fat ന്റെ specific capacity എത്ര ആയിട്ടാണ് വരിക? It is 2 joule per gram ആണ്. 2 joule per ഗ്രാമിൻ്റെ ഇടയിലായിട്ടായിരിക്കും വാല്യൂ വരിക. ഓക്കെ, ഒരു 1.72 ആ ഒരു 2 അതിൻ്റെ അറൗണ്ട് ആയിട്ടായിരിക്കും വാല്യൂ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്രീസസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ലിപ്പിഡ്? ഒരു ലിപ്പിഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഇത് ഏതൊക്കെയാണ്? പ്രസൻസ് ഓഫ് സിസ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, more symmetric distribution of fatty acid on the glycerol molecule, lower chain length, presence of branched fatty acid. അപ്പം എന്താണ് മെൽറ്റിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം? എന്താണ് മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? ട്രാൻസ് ഫാറ്റി ആസിഡ്സിനാണ്. സോ അത് തെറ്റാണ്. സിമെട്രിക് ആയിട്ടുള്ളവർക്ക് എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അപ്പം അത് കറക്റ്റ് ആണ് അല്ലേ? ചെയിൻ ലെങ്ത് കൂടുമ്പോഴും എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് പോയിന്റ് കൂടും. അപ്പം ലോവർ അല്ല. പിന്നെ ബ്രാഞ്ച്ഡ് ചെയിൻ അല്ല, അതായത് സ്ട്രൈറ്റ് ചെയിൻ വരുമ്പോഴാണ് ഹയർ കാണിക്കുക. അപ്പം മോർ സിമെട്രിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിട്ട് കിട്ടുക. ഓക്കെ, വാട്ട് ഈസ് ദ ക്ലിയർ പോയിന്റ് ഓഫ് എ ലിക്വിഡ്? ലിക്വിഡിന്റെ ക്ലിയർ പോയിന്റ് ഇതിൽ എന്താണ് ലിക്വിഡിന്റെ ക്ലിയർ പോയിന്റ് എന്ന് വെച്ചാൽ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് സ്റ്റാർട്ട് ടു എമിറ്റ് സ്മോക്ക് എമിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫാറ്റ് സ്റ്റാർട്ട്സ് മൂവിങ് ഡൗൺവേർഡ്സ് ഡ്യൂ ടു വെയിറ്റ്. അതിന് നമ്മൾ സ്ലിപ്പ് പോയിന്റ് എന്നായിരുന്നു അല്ലേ പറഞ്ഞത്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫാറ്റ് കംപ്ലീറ്റ്ലി മെൽറ്റ്സ് ആൻഡ് ബിക്കം ട്രാൻസ്പെറൻറ്റ്. അതെന്താണ്? ദാറ്റ് ഈസ് ക്ലിയർ പോയിന്റ്. അതാണ് ക്ലിയർ പോയിന്റ്. ഇതെന്താണ്? ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ക്ലൗഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്മോക്ക് പോയിന്റ്, സ്ലിറ്റ് പോയിന്റ്, ക്ലൗഡ് പോയിന്റ് ആണ്. ഇതാണ് ക്ലിയർ പോയിന്റ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡെഫിനിഷൻസ് പഠിച്ചു വെച്ചേക്കോ കേട്ടോ. വാട്ട് ഈസ് ദ ടേം ഫോർ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫാറ്റ് സ്റ്റാർട്ട് ടു മൂവ് ഡൗൺവേർഡ് ഡ്യൂ ടു ഇറ്റ്സ് വെയിറ്റ്? വെയിറ്റ് കാരണം താഴോട്ട് പോകുന്നതിനെ എന്താണെന്ന് വിളിക്കുക? സ്ലിപ്പ് പോയിന്റ് എന്നാണ് വിളിക്കുക. സ്ലിപ്പ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, at what temperature does oil begins to emit blue smoke signaling decomposition? This blue smoke emit ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കുക? ആ ഒരു ടെമ്പറേച്ചറിനെ എന്തെന്ന് വിളിക്കുക? സ്മോക്ക് പോയിന്റ് എന്നാണ് വിളിക്കുക. ഒരു ബ്ലൂയിഷ് സ്മോക്ക് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. വാട്ട് കെമിക്കൽ ഈസ് റിലീസ്ഡ് വെൻ ഗ്ലിസറോൾ ഈസ് ഫർദർ ബ്രോക്കൺ ഡൗൺ ഡ്യൂറിങ് ലിപ്പിഡ് ബ്രേക്ക് ഡൗൺ? ലിപ്പിഡ് ബ്രേക്ക് ഡൗണിൻ്റെ സമയത്ത് ഗ്ലിസറോൾ ഫർദർ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾ ഹീറ്റ് വെച്ച് ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലിസറോളും ഫാറ്റി ആസിഡും കിട്ടും. അത് പിന്നെയും ഒന്നും കൂടെ ഫർദർ ആയിട്ട് ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? അക്രലിൻ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? അക്രലിൻ ആയിട്ട് മാറും. അക്രലിനാണ് നമ്മൾ ഐക്കും ത്രോട്ടിനും ഒക്കെ ഇറിറ്റേഷൻ കോസ് ചെയ്യും.
Which property is important for choosing lipid for deep frying operation? Deep frying operationൽ ഇതിൽ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഏതാണ്? സ്മോക്ക് പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. സ്മോക്ക് പോയിന്റ് ആണ് നോക്കുക. വാട്ട് ഈസ് ക്ലൗഡ് പോയിന്റ് ഓഫ് ക്ലൗഡ് പോയിന്റ് എ മെഷർ ഓഫ്? ക്ലൗഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? When lipid starts to crystallize, when lipid become opaque, when lipid completely melts, when lipid begins to produce smoke. Crystallize ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. Which of the following influence turbidity point? Turbidity പോയിന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇതിൽ ഏത് ഫാക്ടറാണ്? ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പ്രസൻസ് ഓഫ് ഫ്രീ ഫാറ്റി ആസിഡ്, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാറ്റി ആസിഡ്, ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ്. ടർബിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലൗഡി ആയിട്ട് മാറുന്നതാണ്. സോ അത് ഫ്രീ ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിലാണ് അത് എന്തായിട്ട് മാറുക? ആ ഒരു ടർബിഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഫ്ലാഷ് പോയിന്റ് ഓഫ് എ ലിപ്പിഡ്? ഫ്ലാഷ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യാൻ എടുക്കുന്നതാണ് അല്ലേ? സോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് കംപ്ലീറ്റ്ലി മെൽറ്റ്സ്, the temperature at which the liquid produce volatile compound that can ignite briefly, temperature at which liquid molecules start crystallize, the temperature at which lipid begins to move down to weight. അപ്പോൾ ഇഗ്നൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫയർ പോയിന്റ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് മെഷേർഡ് ബൈ ദ ഫയർ പോയിന്റ് ഓഫ് എ ലിക്വിഡ്? ഫയർ പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? ദ ടെമ്പറേച്ചർ വെയർ ലിപ്പിഡ് മെൽറ്റ്സ്, ടെമ്പറേച്ചർ വെയർ ലിപ്പിഡ് ക്യാൻ സസ്റ്റെയിൻ കണ്ടിന്യൂസ് കമ്പഷൻ, the temperature where lipid break down into free fatty acid, the temperature where lipid produce smoke. ഏതാണ്? കണ്ടിന്യൂസ് കമ്പഷന് പോസിബിൾ ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ഫയർ പോയിന്റ് എന്ന് വിളിക്കുക. ഓക്കെ, വാട്ട് ഡസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിപ്പിഡ് ഹെൽപ്സ് ഡിറ്റർമൈൻ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുക? സ്മോക്ക് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ, പ്യൂരിറ്റി ഓഫ് ദ ഫാറ്റ്. സോ പ്യൂരിറ്റി ഓഫ് ദ ഫാറ്റ് ആണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the saponification reaction of a lipid produce? Saponification reaction കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഫ്രീ ഫാറ്റി ആസിഡ് ആൻഡ് എസ്റ്റർ, ഗ്ലിസറോൾ ആൻഡ് സോപ്പ്, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ, അയഡിൻ കോമ്പൗണ്ട്സ് ആൻഡ് ഫാറ്റി ആസിഡ്. ഗ്ലിസറോൾ ആൻഡ് സോപ്പ് ആണ് കിട്ടുന്നത്. സോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ആണ് എന്തെന്ന് പറയാം? സോപ്പ് എന്ന് പറയാം. സോ അതാണ് നമുക്ക് സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ കഴിയുമ്പോൾ കിട്ടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് റാൻസിഡിറ്റി ഇൻ ഫാറ്റ്? ഫാറ്റിൽ ഇത് ഏതോ ഒരെണ്ണം എന്തല്ല? റാൻസിഡിറ്റിയുടെ ടൈപ്പ് അല്ല. ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി, ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി, ഇമൾസിഫിക്കേഷൻ റാൻസിഡിറ്റി, ഓട്ടോ ഓക്സിഡേഷൻ റാൻസിഡിറ്റി. ഇമൾസിഫിക്കേഷൻ റാൻസിഡിറ്റി എന്നുള്ള ഒരെണ്ണം ഇല്ല അല്ലേ? ബാക്കി മൂന്നെണ്ണം വരുന്നുണ്ട്. വാട്ട് പ്രോസസ് കോസ് ദ ഫോർമേഷൻ ഓഫ് പെറോക്സൈഡ്സ് ഇൻ ഫാറ്റ്? പെറോക്സൈഡ്സിന് കാരണം എന്തുകൊണ്ടാണ് പെറോക്സൈഡ്സ് ഫോം ചെയ്യുക? ഹൈഡ്രോളിസിസ്, ഹൈഡ്രോജനേഷൻ, ഓക്സിഡേഷൻ, സാപ്പോണിഫിക്കേഷൻ. ഓക്സിഡേഷൻ വഴിയാണ് എന്തുണ്ടാവുക? പെറോക്സൈഡ്സ് ഫോം ചെയ്യുന്നത്. പെറോക്സൈഡ്സ് പിന്നെ എന്താവും? ആൽഡിഹൈഡും കീറ്റോൺസും ആവും, വിച്ച് ഗിവ്സ് എ ഓഫ് ഫ്ലേവർ അല്ലെങ്കിൽ ഓഫ് ഓർഡർ. വാട്ട് ഈസ് ഹാലോജിനേഷൻ യൂസ് ടു ഡിറ്റർമൈൻ ഇൻ ഫാറ്റ്? ഫാറ്റിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഹാലോജിനേഷൻ ചെയ്യുന്നത്? ഹാലോജിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാലോജനെ ആഡ് ചെയ്യാണ്. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ് കേട്ടോ. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഹാലോജിനേഷൻ ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഹൈഡ്രോജനേഷൻ ഓഫ് എ ഫാറ്റ്? ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അഡിഷൻ ഓഫ് ഹൈഡ്രോജൻ ടു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അതിനെയാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. അഡിഷൻ ഓഫ് ഹൈഡ്രോജൻ ടു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെയാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് എ ഹൈ റിച്ചാർഡ് മീസിൽ നമ്പർ ഇൻഡിക്കേറ്റ്സ്? ഹൈ ആർ എം വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രസൻസ് ഓഫ് വോളറ്റൈൽ ഫാറ്റി ആസിഡ്, ഹൈ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ, ഹൈ എമൗണ്ട് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്, ലോ മോളിക്കുലർ വെയിറ്റ് ഫാറ്റി ആസിഡ്സ്. എന്താണ്? പ്രസൻസ് ഓഫ് വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പോളൻസ്കി നമ്പർ മെഷർ? എന്താണ്? വാട്ട് ആർ ഇൻസോളുബിൾ ഫാറ്റി ആസിഡ്, വാട്ട് ആർ സോളുബിൾ ഫാറ്റി ആസിഡ്, എമൗണ്ട് ഓഫ് ഗ്ലിസറോൾ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഏതാണ് വരിക? വാട്ട് ആർ ഇൻസോളുബിൾ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ് അവിടെ മെഷർ ചെയ്യുക. വാട്ട് ഡസ് എ ഹൈ സാപ്പോണിഫിക്കേഷൻ നമ്പർ ഇൻഡിക്കേറ്റ്? ഹൈ സാപ്പോണിഫിക്കേഷൻ നമ്പർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? സാപ്പോണിഫിക്കേഷൻ നമ്പറാണ്. ഹൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഫാറ്റി ആസിഡ്, ലോ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഫാറ്റി ആസിഡ്, ഹൈ അയഡിൻ കണ്ടന്റ്, ലോ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇത് ഏതാണ്? ലോ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഫാറ്റി ആസിഡ്സിനാണ് ഹൈ സാപ്പോണിഫിക്കേഷൻ നമ്പർ കാണിക്കുന്നത്. വിച്ച് ലിപ്പിഡ് ഹാസ് ദ ഹയസ്റ്റ് സാപ്പോണിഫിക്കേഷൻ നമ്പർ? ഇതിൽ ഏതിനാണ് ഹയസ്റ്റ് സാപ്പോണിഫിക്കേഷൻ നമ്പർ കാണിക്കുന്നത്? സാപ്പോണിഫിക്കേഷൻ ഹൈ ആയിട്ട് വരുന്നത് ബട്ടർ, കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. ഇതിലേതാണ്? കോക്കനട്ട് ഓയിലിനാണ് ഹയർ സാപ്പോണിഫിക്കേഷൻ നമ്പർ വരുന്നത്. കോക്കനട്ട് ഓയിലിനാണ്. വാട്ട് ഈസ് ദ ഐഡിയൽ നമ്പർ ഓഫ് ഫാറ്റ് മെഷർ?
എന്താണ് ഐഡിൻ നമ്പർ എന്തിനെയാണ് മെഷർ ചെയ്യുക? ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ, ഫ്രീ ഫാറ്റി ആസിഡ് കണ്ടന്റ്, സപ്പോണിഫിക്കേഷൻ റേറ്റ്, വാട്ടർ സോലബിലിറ്റി. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ് എന്ത് ചെയ്യുക? ഐഡിൻ നമ്പർ കൊണ്ട് മെഷർ ചെയ്യുന്നത്. അതേപോലെ ഹൈഡ്രോജനേഷനും ഹാലോജിനേഷനും ഒക്കെ എന്താണ്? ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ് നോക്കുന്നത്. വാട്ട് ഈസ് ദ ഐഡിൻ നമ്പർ ഓഫ് സൺഫ്ലവർ ഓയിൽ ടിപ്പിക്കലി? സൺഫ്ലവർ ഓയിലിന്റെ ഐഡിൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 125 to 135 ഇടയിലായിരിക്കും ആ വാല്യൂ വരിക. വാട്ട് ഈസ് ദ ആസിഡ് നമ്പർ ഓഫ് ലിപ്പിഡ് ഇൻഡിക്കേറ്റ്സ്? ആസിഡ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഡിഗ്രി ഓഫ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഫ്രീ ഫാറ്റി ആസിഡ് കണ്ടന്റ്, മെൽറ്റിംഗ് പോയിന്റ്, അയഡിൻ കണ്ടന്റ്. ഏതാണ്? ഫ്രീ ഫാറ്റി ആസിഡ് കണ്ടന്റ് ആണ് ആസിഡ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസിഡ് നമ്പർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓയിൽ ഹാസ് ദ ഹയസ്റ്റ് ഐഡിൻ നമ്പർ? ഏറ്റവും ഹയസ്റ്റ് ഐഡിൻ നമ്പർ ഉള്ളത് ഇതിന് ഏതാണ്? കോക്കനട്ട് ഓയിൽ, ബട്ടർ, ലിൻസീഡ് ഓയിൽ, പാം ഓയിൽ. ലിൻസീഡ് ഓയിലാണ്. ഇതിനകത്തിൽ ലിൻസീഡ് ഓയിലിനാണ് ഹയസ്റ്റ് ഐഡിൻ നമ്പർ വരുന്നത്, ലിൻസീഡ് ഓയിൽ. നെക്സ്റ്റ് വൺ, ദ അസിറ്റൈൽ വാല്യൂ ഓഫ് ഫാറ്റ് മെഷേഴ്സ് ഡാഷ്. അസിറ്റൈൽ വാല്യൂ, the amount of volatile fatty acid, the amount of hydroxyl fatty acid, degree of saturation, degree of emulsification. എത്രയാണ്? The amount of hydroxyl fatty acid ആണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what happens to fat during auto oxidation? ഓട്ടോ ഓക്സിഡേഷന് സമയത്ത് ഫാറ്റിന് എന്താണ് സംഭവിക്കുക? ഹൈഡ്രോളിസിസ് ഓഫ് ട്രൈഗ്ലിസറൈഡ്സ്, ഫോർമേഷൻ ഓഫ് പെറോക്സൈഡ്, എമൽസിഫിക്കേഷൻ, ഹൈഡ്രോജനേഷൻ. അവിടെ പെറോക്സൈഡ്സിന്റെ ഫോർമേഷൻ ആണ് നടക്കുന്നത്. ഓട്ടോ ഓക്സിഡേഷൻ നടക്കുമ്പോൾ പെറോക്സൈഡ്സിന്റെ ഫോർമേഷൻ ആണ് ഉണ്ടാവുക. വാട്ട് ഈസ് ദ ടർബിഡിറ്റി പോയിന്റ് ഓഫ് എ ലിപ്പിഡ് സെൻസിറ്റീവ് ടു? ടർബിഡിറ്റി പോയിന്റ് എന്തിനെയാണ് സെൻസിറ്റീവ് ആയിട്ട് കാണിക്കുക? പ്രസൻസ് ഓഫ് അയഡിൻ, പ്രസൻസ് ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പ്രസൻസ് ഓഫ് ഫ്രീ ഫാറ്റി ആസിഡ്, പ്രസൻസ് ഓഫ് വാട്ടർ. എന്തിനാണ്? ഓൾറെഡി നമ്മളത് കണ്ടാണ്. ഫ്രീ ഫാറ്റി ആസിഡിന്റെ പ്രസൻസ് ആണ് അതിനകത്ത് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളതാണ്. ലിപ്പിഡ് ആർ ജനറലി ഹെവിയർ ദാൻ വാട്ടർ. ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. Butter is an example of water in oil emulsion. It is a true. Oil typically have higher melting point than fat. ഓയിലിന് മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? ഹയർ ആണെന്നാണ് പറയുന്നത് ഫാറ്റിനെക്കാളിലും. സോ അത് തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ, കറക്റ്റ് ആയിട്ടുള്ളത് only 2 ആണ്. Which of the following statement is or are incorrect? Slip point refers to the temperature at which a lipid become opaque. സ്ലിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒപ്പേക്ക് ആവുന്നതിനാണെന്നാണ് പറഞ്ഞത്. ദ സ്മോക്ക് പോയിന്റ് അത് എന്താണ്? റോങ് ആണല്ലേ, താഴോട്ട് വരികയല്ലേ. സ്മോക്ക് പോയിന്റ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫാറ്റ് ഓർ ഓയിൽ ബിഗിൻസ് ടു എമിറ്റ് ബ്ലൂ സ്മോക്ക്. ഇറ്റ് ഇസ് റൈറ്റ്. അക്രോലിൻ ഇസ് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലിസറോൾ ഇൻ ലിപ്പിഡ്. ആണോ? ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലിസറോൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അക്രോലിൻ ഫോം ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും റൈറ്റ് ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 1 മാത്രമാണ്. അപ്പം only 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is or are incorrect? Fats with a higher degree of unsaturation typically have lower smoke point. The refractive index of lipid helps determine its purity. Hydrogenation of oil involves adding oxygen to unsaturated fatty acid. അപ്പോൾ ഇത് റോങ് ആണ്. അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് പ്യൂരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഹയർ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷനിൽ ലോവർ സ്മോക്ക് പോയിന്റ് ആണെന്നാണ് പറയുന്നത്. അൺസാച്ചുറേഷൻ ഭയങ്കര കൂടുതലാണെങ്കിൽ അവർക്ക് ലോവർ സ്മോക്ക് പോയിന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതും എന്താണ്? റോങ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 3 മാത്രമാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് ഇതിലേതാണ്? ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി ഇൻ ഫാറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഹൈഡ്രോളിസിസ് ഓഫ് ട്രൈഗ്ലിസറൈഡ്. എ ഹയർ ഐഡിൻ നമ്പർ ഇൻഡിക്കേറ്റ്സ് എ ഹയർ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇൻ ഫാറ്റ്. Higher saponification number indicates the presence of short chain fatty acids in fat. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ ഏതാണ്? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? ആദ്യത്തെ ഒഴിച്ച് ബാക്കി രണ്ടും കറക്റ്റ് ആണ് അല്ലേ. ഇപ്പോൾ 2 and 3 കറക്റ്റ് ആണ്, ഫസ്റ്റ് 1 റോങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കിയത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ പോയിന്റുകൾ, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ്, ആ വാല്യൂസിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് നന്നായിട്ട് നോക്കി വയ്ക്കുക. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കി വയ്ക്കുക. ചിലപ്പോൾ നമുക്കത് ഒന്നെങ്കിൽ ആ ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ സ്മോക്ക് പോയിന്റ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. ആ ഡെഫിനിഷൻസ് നന്നായിട്ട് നോക്കി വെച്ചോളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവ്രിവൺ.